എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള കരിയർ ഏതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇന്ന് ഇന്ത്യയിലെടുത്താലും ശരി, അമേരിക്കയിലെടുത്താലും ശരി, കാനഡയിലെടുത്താലും ശരി, ഓസ്ട്രേലിയ എടുത്താലും ശരി, UK എടുത്താലും ജർമ്മനി എടുത്താലും ചൈന എടുത്താലും ഏത് രാജ്യത്തായാലും ശരി, നമ്മുടെ കേരളത്തിലായാലും ശരി, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത്, അല്ലെങ്കിൽ എല്ലാവരും പഠിക്കേണ്ട ഒരു സ്കില്ല് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ഈ വീഡിയോ എന്ന് പറയുന്നത് ആർക്കും ഇത് ഗുണപരമായുള്ള വീഡിയോ ആണ്. എനിബഡി, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഡോക്ടർ ആയിക്കോട്ടെ, അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയിക്കോട്ടെ, സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ, എനി പ്രൊഫഷൻ, അല്ലെങ്കിൽ നിങ്ങളൊരു നല്ലൊരു ജോബ് അന്വേഷിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു ജോബ് ആയിക്കോട്ടെ, വീട്ടിലിരുന്ന് ഇൻകം ഉണ്ടാക്കണ ഒരു മേഖല ആയിക്കോട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വീഡിയോ എന്ന് പറയുന്നത് ആർക്കും അനുയോജ്യമായ ഒരു വീഡിയോ ആണ്, എല്ലാവർക്കും ഗുണകരമായ ഒരു വീഡിയോ ആണ്. അതേപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളതും എല്ലാവരും ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണത്. നമുക്കറിയാം, നമ്മുടെ വേൾഡ് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് എല്ലാവരും ഇൻ്റർനെറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമായി മാറി. എല്ലാവർക്കും ഇൻ്റർനെറ്റ് വേണം. ഇന്ന് എല്ലാവരും ഇൻ്റർനെറ്റാണ്, എല്ലാവരും ടെക്നോളജീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. എസ്പെഷ്യലി നമ്മുടെ ആ ഒരു കോവിഡ് കാലഘട്ടം എല്ലാവരും ഫോഴ്സ്ഫുള്ളി ഇൻ്റർനെറ്റ് ഉപയോഗിക്കേണ്ടി വന്നു, ഫോഴ്സ്ഫുള്ളി ലാപ്ടോപ്പ് ഉപയോഗിക്കേണ്ടി വന്നു, മൊബൈൽ ഉപയോഗിക്കേണ്ടി വന്നു. ടെക്നോളജിയാണ്. അതേപോലെ നമുക്കറിയാം, ലോകത്ത് 500 കോടി ജനങ്ങളോളം എന്തുപയോഗിക്കുന്നുണ്ട്? എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, എല്ലാവർക്കും മൊബൈലുണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് എല്ലാവരും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് കുട്ടികൾക്ക് എന്ത് കരിയർ ചൂസ് ചെയ്യണം എന്നറിയില്ല. ഒരുപാട് കുട്ടികൾക്ക് അറിയില്ല എന്താണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ജോബ് ഏതാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് അറിയില്ല എന്ത് പഠിച്ചാലാണ് മാർക്കറ്റിൽ ജോബ് കിട്ടാൻ എളുപ്പം. ഇതൊന്നും ഭയങ്കര കൺഫ്യൂഷനുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ കേരള ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, വേൾഡ് വൈഡ് ഇന്ന് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് കരിയർ ഇൻ ദ വേൾഡ്. നമുക്കിപ്പോൾ കേരളത്തിലായാലും ശരി, ഇന്ത്യയിലായാലും ശരി, ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 20,000 വേണമെങ്കിൽ നമുക്ക് ബിഗിനിങ്ങിൽ കിട്ടാം. നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ 1 ഇയർ 2 ഇയറിനുള്ളിൽ അത് 50,000 1 lakh പെർ മന്ത് സാലറിയിലേക്ക് വരാം. ഞാൻ അത്രയ്ക്ക് ഒരു 5 ഇയർ 6 ഇയറൊക്കെ നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 lakh അബൌവ് 2 lakh ഒക്കെ മിനിമം നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഒരു നല്ലൊരു ജോബാണ്. നിങ്ങൾക്ക് സ്കില്ലുണ്ടോ? നിങ്ങൾക്ക് നമുക്കറിയാം, ചില കാൻഡിഡേറ്റ് ഉണ്ട്, എന്തോരം പെർഫോം ചെയ്താലും കമ്പനി സാലറി ഒന്നും കൂട്ടിക്കൊടുക്കില്ല, എത്ര പെർഫോം ചെയ്താലും. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിങ്ങൾക്ക് സ്കില്ലുണ്ടോ, നിങ്ങൾക്ക് കമ്പനി അതനുസരിച്ച് സാലറി തരും. നിങ്ങൾക്ക് നല്ല സ്കില്ലുണ്ടോ, പെർഫോമൻസ് ഉണ്ടോ, നിങ്ങളുടെ പെർഫോമൻസ് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാം. അപ്പോൾ ഒരുപാട് നിങ്ങൾക്കിപ്പോൾ ചിലർ BTech പഠിച്ചവരായിക്കോട്ടെ, അല്ലെങ്കിൽ MBA പഠിച്ചവരായിക്കോട്ടെ, ഗ്രാജുവേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാമെങ്കിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ, നല്ല പ്രാക്ടിക്കൽ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ജോബ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അറിയാം, ഒരുപാട് കോളേജുകൾ ഇപ്പോൾ MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡിഗ്രിയുടെ ഒപ്പം തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവർ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ MBA എടുത്താലും MC എടുത്താലും അതിൻ്റെ കൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. BBAയുടെ കൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നുണ്ട്. ഏത് മേഖലയിലും കൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം, ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ജർമ്മനിയിൽ, അതുപോലെ കാനഡയിൽ, അതേപോലെ UK പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾ MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കുന്നുണ്ട്, MSc ഡിജിറ്റൽ മാർക്കറ്റിംഗ് UK എടുക്കുന്നുണ്ട്, അതേപോലെ കാനഡയിൽ എടുക്കുന്നുണ്ട്, PG ഡിപ്ലോമ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാനഡയിൽ എടുക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ വിദേശത്ത് ജർമ്മനിയിലായാലും UK ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്നുണ്ട്. കാരണം ഇന്ന് വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ്. അതായത് ഞാനിപ്പോൾ UK ഇവിടെ ഒരു 5 ഇയർ 6 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ഇവിടെ 8 ലക്ഷം 9 ലക്ഷം രൂപ സാലറി ഉണ്ട് പെർ മന്ത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെർ മന്ത്.
അതും നമുക്ക് ഹൈബ്രിഡ് മോഡൽ ഓഫ് വർക്കിംഗ് ആണ്. അതായത് നമുക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം വീട്ടിലിരുന്ന് ചെയ്യാം, അല്ലെങ്കിൽ 2 ദിവസം ഓഫീസിൽ പോയാൽ മതി. ചില കമ്പനി ഫുൾ ടൈം വീട്ടിലിരുന്ന് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. അത്രയ്ക്ക് ഡിമാൻഡ് ഉണ്ട്. ഇതേപോലെ തന്നെയാണ് അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലൊക്കെ ഈ റേഞ്ചിൽ സാലറിയാണ്. വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് വർക്ക് ചെയ്യാം. വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്ത് 8 ലക്ഷം 9 ലക്ഷം രൂപ വരെ സാലറി, 10 ലക്ഷം രൂപ വരെ സാലറി പെർ മന്ത് നമുക്ക് നേടാവുന്നുള്ളൂ. അപ്പോൾ അതിന് നല്ല സ്കില്ല് വേണം, നന്നായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയണം. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇനി നമ്മൾ എന്തുണ്ടായാലും ശരി, നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മുടെ ജോബിനൊന്നും നമ്മൾ ബാധിക്കില്ല. അപ്പോൾ അത്രമാത്രം ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ് ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കരിയർ ചൂസ് ചെയ്യണം, നല്ലൊരു കരിയർ, നല്ല സാലറി കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് വേൾഡ് വൈഡൊക്കെ വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് കരിയർ ഓപ്ഷൻ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളത്. അത് ഓരോ ദിവസവും ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും ഇൻ്റർനെറ്റിലേക്ക് വരികയാണ്. അതേപോലെ നിങ്ങൾക്കറിയാമല്ലോ, ഏത് കമ്പനിക്കും ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ വേണം. ഗൂഗിളിന് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ വേണം, ഫേസ്ബുക്കിന് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ വേണം, ആപ്പിളിന് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ വേണം. നമ്മുടെ നാട്ടിലുള്ള ഓരോ കമ്പനി, ഒരു ചെറിയ കമ്പനി ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ ഒരു ചെറിയ ഷോപ്പ് ആയിക്കോട്ടെ, അവർക്കും ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ വേണം. ഇൻഫോസിസാർക്ക് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ വേണം. എന്ത് കമ്പനി എടുത്ത്, എയർലൈൻസിന് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ വേണം, അക്കൗണ്ടിങ് ഫേമിന് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ വേണം, ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സിന് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന്, ഹോസ്പിറ്റലിന് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ വേണം, ഒരു CFA ആയിക്കോട്ടെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ വേണം. ഏത് കമ്പനി എടുത്തോ അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് വേണം. കാരണം എല്ലാവരും ഇൻ്റർനെറ്റിലാണ്. അപ്പോൾ എല്ലാവർക്കും എൻക്വയറി കിട്ടണമെങ്കിലും ബിസിനസ് കിട്ടണമെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൻ്റെ സഹായം ഉണ്ടെങ്കിലാണ് അവരുടെ ബിസിനസ് അവർക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിന് മാത്രം ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊരു ഡോക്ടറാണോ, പ്രൊഫഷണലാണോ, അഡ്വക്കേറ്റ് ആണോ, എൻജിനീയർ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെൻറ്റിസ്റ്റ് ആണോ, എന്തെങ്കിലും പ്രൊഫഷണൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷനിലേക്കുള്ള ആൾക്കാരെ കിട്ടാനും നിങ്ങളുടെ സർവീസിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടാനും നിങ്ങൾക്ക് പറ്റൂ. ഇനി നിങ്ങളിപ്പോൾ ഒരു ഹൗസ് വൈഫ് ആയിക്കോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഇൻകം ഉണ്ടാക്കാവുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ഏറ്റവും ഹോട്ടായിട്ടുള്ള ഒരു സ്കില്ല് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കണം. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാവരും പഠിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ കോളേജുകളിലും എല്ലാം ഇപ്പോൾ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിച്ച് കൊടുക്കുകയാണ്. എല്ലാ കോളേജും ഏത് കോഴ്സ് എടുത്തോട്ടെ ഈ സ്കില്ല് നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്ത് വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന കരിയർ വേറെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഗുണമുണ്ട്. നമുക്കറിയാം വേറെ പല പ്രൊഫഷനുണ്ട്. ചിലപ്പോൾ 5 വർഷം 10 വർഷം കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സാലറി കിട്ടുള്ളൂ. ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് സ്കില്ലുണ്ടോ, നിങ്ങൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ 6 മന്തിനുള്ളിൽ തന്നെ ഭയങ്കര ഹൈ പെയ്ഡ് സാലറി ആവും. ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ സ്കില്ലാണ്. നിങ്ങൾ നല്ല രീതിയിൽ അതിൻ്റെ ടെക്നിക്കുകൾ പഠിച്ച് അപ്ലൈ ചെയ്ത് ഓൺലൈൻ വഴി ബിസിനസ് ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയോ, നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് ചിലപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ 27 ആയിരിക്കും. ചിലപ്പോൾ 6 മാസം കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ 27 വേണമെങ്കിൽ നേരെ 1 ലക്ഷത്തിലേക്ക് പോകാം. കാരണം നിങ്ങൾ അതിന് മാത്രം ബിസിനസ് ആ കമ്പനിക്ക് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ബിസിനസ് അനുസരിച്ച് കമ്പനി സാലറിയും ഇൻസെൻറ്റീവും നേരെ ഡബിൾ ആക്കും. അതിന് പ്രത്യേകിച്ച് മറ്റ് കമ്പനി പോലെ 10% കൂട്ടുകയോ 20% കൂട്ടുന്ന സിസ്റ്റം അല്ല ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ. നിങ്ങൾക്ക് ഒരുപാട് ഹൈ പെയ്ഡ് സാലറി വേണം, നിങ്ങൾക്ക് ഒരുപാട് ഇൻകം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യണം, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുക. ഇനി നിങ്ങൾ കേരളത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാലും വേൾഡ് വൈഡ് അപ്ലൈ ചെയ്യും. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അല്ലാണ്ട് കേരളത്തിൽ പഠിച്ചു ഇപ്പോൾ അമേരിക്കയിൽ ജോലിക്ക് തുടങ്ങി അവിടെ എന്തെങ്കിലും കോഴ്സ് ചെയ്യണമെന്നില്ല. അതാണ്, ഇതൊരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇന്ന് ലോകത്ത് എനി കൺട്രി എടുത്തോ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, താങ്ക് യു.